ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ടും സ്നേഹത്താൽ ഹൃദയം വിങ്ങുകയായി. അതിയായ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്ന ആ പ്രണയത്തെ കണ്ണീരായി വാർന്നുകൊണ്ട് ഹബീബിനോട് ഈരടുക്കുകയാണ്. സ്നേഹമാണോ പ്രണയമാണോ എന്താണെന്നറിയാൻ വയ്യാതെ ഓരോ തിരമാലകൾ, കടലിലെ തിരമാലകൾ ഒന്നിനുമീതെ ഒന്നാകുന്നത് പോലെ പ്രണയത്തിൻ്റെ പുനർജന്മങ്ങൾ ഹൃദയത്തെ അലയടിക്കുകയാണ്. സ്നേഹമെന്ന അനുരാഗത്തിൽ അള്ളാഹുവിൻ്റെ ആ നൂറാകുന്ന പ്രകാശത്തിൽ പിറവികൊണ്ട ഹബീബായ നൂർ, അവിടുത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞ എത്ര കണ്ണുകളാണ്. സഹാബിമാരുടെ കണ്ണുകൾ കരഞ്ഞ് അവിടുത്തെ കാഴ്ച പോലും നഷ്ടപ്പെട്ട സഹാബികളില്ലേ. മുൻപല്ല് പൊട്ടിച്ച ഉവൈസിൽ ഖർനൈനി റളിയല്ലാഹു അൻഹുവിനെ ഓർത്താൽ ആർക്കാണ് കരച്ചിൽ വരാത്തത്? സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഞാനിനി മദീനയിൽ ഞാനിനി കഴിയില്ല എന്ന് പറഞ്ഞു. സ്നേഹത്തിൻ്റെ മുത്ത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തേടി ഒരു നാൾ മദീനയിലേക്ക് വരുന്നുകയാണ്. വീണ്ടും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നാവിലൂടെ വരാൻ കഴിയുന്നില്ല. അതാണ് സ്നേഹം. ആംഗ്യമോ ഭാഷയിലൂടെയേക്കാൾ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്ന മെഴുകുതിരി എങ്ങനെ ഒഴുകുന്നു അതേപോലെ വെളിച്ചം പകർന്നുകൊണ്ടായിരിക്കണം ഹബീബിൻ്റെ പ്രണയം. എന്നാൽ മാത്രമാണ് അള്ളാഹുവിലേക്ക് നാം ഇഷ്ടദാസന്മാരായി നമുക്ക് ആ പ്രകാശത്തിലൂടെ കടക്കാൻ കഴിയുകയുള്ളൂ. നാം ഒന്നോർക്കണം, ഓരോ സഹാബത്തും ഹബീബായ തങ്ങളെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ ഹാർസവറിൽ ചുമന്ന രംഗം നാം ഒന്നോർത്തു നോക്കണം. അവിടുന്ന് കാലുകൾ പൊട്ടിയൊഴിച്ചപ്പോൾ ആ ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ മല ചുമന്നു കയറിയ ചരിത്രം നമുക്ക് ശ്രദ്ധേയമാണ്. ഹബീബായ തങ്ങളുടെ ഓരോ നിമിഷവും നാം സ്വലാത്തുകൾ ചെല്ലാൻ തീർച്ചയായും ഹബീബ് അവിടുന്ന് കേൾക്കുകയും ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം പ്രാവശ്യം ആ പൂമുഖം കണ്ട് നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ കണക്ക് തന്നെ നാം സ്വലാത്തിന് ഒട്ടും തന്നെ കുറവ് വരുത്താതെ ഓരോ നിമിഷവും ആശിഖീങ്ങൾ മദീനയിലേക്ക് ഒരുങ്ങുകയാണ്. ഒഴുകുന്ന ആ ഒഴുക്കിൽ നാമും അതിലെ ചണ്ടികളായെങ്കിലും നാം മദീനയുടെ തീരത്ത് ചെന്ന് ഹബീബിൻ്റെ ചാരത്തെങ്കിലും നമുക്ക് അണയണ്ടേ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.